കോടിക്കണക്കിന് ജനങ്ങൾ വസിക്കുന്നുണ്ട്. എല്ലാ മനുഷ്യരും താല്പര്യപ്പെടുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത് സമാധാനപൂർണമായ, സ്വസ്ഥപൂർണമായ, സുഖസൗകര്യങ്ങളോടുകൂടിയുള്ള ജീവിതത്തെയാണ് ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് സമാധാനപൂർണമായ ഒരു ജീവിതം നേടിയെടുക്കാൻ കഴിയുന്നത്? സമ്പത്ത് കൂടുതലുള്ളത് കൊണ്ടാണോ ഒരു വ്യക്തിക്ക് സമാധാനം ലഭിക്കുക? എങ്കിൽ ലോകത്ത് സമ്പന്നരായ എല്ലാവരും സമാധാനത്തോടെ കഴിയേണ്ടതുണ്ട്. പക്ഷേ സമ്പത്ത് എന്നത് സമാധാനത്തിൻ്റെ അടിസ്ഥാനപരമായ യോഗ്യതയല്ല. പ്രധാനമായും 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സമാധാനത്തെ അനുഭവിക്കാൻ കഴിയും. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എങ്ങനെ ജീവിക്കണമെന്ന്, എങ്ങനെ പെരുമാറണമെന്ന്, എങ്ങനെ നടക്കണമെന്ന്, എങ്ങനെ ഇരിക്കണമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ടത് അർത്ഥം ചിന്തിച്ചുകൊണ്ടുള്ള ഖുർആൻ പാരായണമാണ്. നമുക്ക് ഖുർആന്റെ ആശയം അറിയില്ലെങ്കിൽ ആ ഖുർആനിലേക്ക് നോക്കിയിരുന്നു കൊണ്ട്, അള്ളാഹുവിൽ ഭയപ്പെട്ടുകൊണ്ട് ഖുർആൻ ഓതുമ്പോൾ നമ്മുടെ ഹൃദയം പ്രകാശിക്കുകയും നമുക്ക് നന്മകൾക്ക് ഉദവി വർദ്ധിക്കുകയും ചെയ്യുന്നു. കേവലം ഖുർആനിലേക്ക് നോക്കിയിരുന്നാൽ പോലും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ഒരു ഇബാദത്ത് കൂടിയാണ് ഇത്. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വയറു നിറയെ ഭക്ഷണം കഴിക്കുകയില്ല എന്ന് നാം തീരുമാനമെടുക്കും. വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകും എന്നതിന് പുറമെ ആത്മീയമായി തന്നെ ഇബാദത്തുകൾക്കും നല്ല സൽക്കർമ്മങ്ങൾക്കുമുള്ള ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ചുരുങ്ങുകയും അതുപോലെ തന്നെ മടിയും അവശതയും അനുഭവപ്പെടുകയും ചെയ്യും. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വയറിൻ്റെ 1/3 മാത്രമേ നിങ്ങൾ നിറയ്ക്കാവൂ എന്നുള്ളതാണ്. സമാധാനപൂർണമായ ജീവിതത്തിന് നാം ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ ഒരു കാര്യം തഹജ്ജുദ് നിസ്കാരം എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായി നാം കാണേണ്ട ഒരു വിഷയം കൂടിയാണ് തഹജ്ജുദ് നിസ്കാരം. പാതിരാവിൻ്റെ പഴുതിലിരുന്ന് റബ്ബിനോട് നമ്മളുടെ കണ്ണുനീരൊഴുക്കി അള്ളാഹുവിനോട് നാം ചോദിക്കുമ്പോൾ, നമ്മുടെ വിഷമങ്ങൾ അവൻ്റെ മുമ്പിൽ നാം പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് പരിഹാരം നൽകും. അതിനെപ്പറ്റി ഏറ്റവും ക്വാളിറ്റി ടൈമാണ് തഹജ്ജുദിൻ്റെ സമയം. അതുകൊണ്ട് കൃത്യമായി തഹജ്ജുദ് നമുക്ക് പതിവാക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. നാലാമത്തെ കാര്യമാണ് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും റബ്ബിനോട് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യും. നിസ്കാരങ്ങൾക്കുടനെയുള്ള ദുആഇന് വളരെയേറെ ഉത്തരമുണ്ട് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ശാന്തമായ സമാധാനപൂർണമായ ജീവിതത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ടുള്ള ഖുർആൻ പാരായണവും, അതുപോലെ വയറ് നിറയ്ക്കാതെയുള്ള ഭക്ഷണവും, അതുപോലെ രാത്രിയിലുള്ള നിസ്കാരവും, എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആയും നമ്മെ നന്മയിലേക്ക് നയിക്കുന്നു. അഞ്ചാമത്തേത് നല്ലവരുമായി കൂട്ടുകൂടുക, ചങ്ങാത്തം കൂടുക എന്നുള്ളതാണ്. നല്ലവരുമായുള്ള സഹവാസം നമ്മെ നല്ലതിലേക്ക് നയിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്നതിനേക്കാൾ പ്രശോഭിതമായൊരു ഭാവിയെ രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്കോരോരുത്തർക്കും സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ ദുനിയാവിലെ ജീവിതം ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന ജീവിതമാക്കി അല്ലാഹു നമ്മെ കബൂൽ ചെയ്യുമാറാകട്ടെ.